ഏ, നമ്മുടെ ചാനലിൽ ആദ്യത്തെ സിനിമ അവലോകനം, അതൊരു മലയാള സിനിമയാണ്. ഈ അടുത്ത് റിലീസ് ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച കളങ്ക. ഗംഭീര സിനിമ എന്നും പറയാൻ പറ്റില്ല, ഒരു കൊള്ളാവുന്ന സിനിമ അത്രേ ഉള്ളൂ. അതിന് ട്രെയിലറിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളായിട്ട് വിനായകനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവസാനത്തെ ഒരു സീനിൽ മാത്രം ഒരു വില്ലൻ ലുക്കോടുകൂടി മൂട്ടി വരുന്ന ഒരു രൂപ, അങ്ങനെയാണ് ട്രെയിലർ. അപ്പോൾ തന്നെ നമുക്ക് മമ്മൂട്ടിയുടെ അഭിനയ ശൈലി നമുക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് സിനിമയിലാകും മമ്മൂട്ടി തകർത്തിട്ടുള്ളൂ. പക്ഷേ ട്രെയിലർ ഒന്ന് മാറിയിട്ട് സിനിമയിലേക്ക് വന്നപ്പോൾ മമ്മൂട്ടിയാണ് മെയിൻ, വിനായകൻ വന്നു പോന്നു എന്ന് മാത്രം. ഇതേ സംവിധായകൻ്റെ തിരക്കഥയിൽ വന്ന സിനിമ കുറച്ച് മുമ്പ് വന്നിരുന്നു, കുറുപ്പ് എന്ന പേരിൽ. അവിടെ സുകുമാര കുറുപ്പിൻ്റെ കഥയായിരുന്നു അത്. സുകുമാര കുറുപ്പിൻ്റെ വ്യൂലായിരുന്നു പ്രണയം. അതിൽ സുകുമാരൻ പ്രണയമുണ്ട്, കോമാളിത്തരങ്ങളുണ്ട്, വില്ലനിസ് ഉണ്ട്, നായകനാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു വില്ലൻ്റെ കാഴ്ചപ്പാടിലാണ് കഥ പറയുന്നത്. അത് വില്ലനെ വളരെ ഉയർത്തി കാണിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വില്ലനാണ് പ്രാധാന്യം. മമ്മൂട്ടി അത് ഗംഭീരമായിട്ടുണ്ട്. സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു സൈനൈഡ് മോഹൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ സൈനൈഡ് മോഹൻ്റെ കഥയല്ല. ആ കഥയിലെ സൈനൈഡ് മോഹൻ്റെ ചില സ്വഭാവങ്ങൾ ഇതിലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഈ സൈനൈഡ് ഉപയോഗിച്ച് കൊല്ലുന്നു, വേറൊന്ന് ഇരകളുടെ ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്ത് ഒരു ഇരയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഇരയെ പിടിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സൈനൈഡ് മോഹൻ്റെ ശരിയായ ശരിയായ കഥയിൽ സൈനൈഡ് മോഹൻ ജയിലിൽ വെച്ചാണ് സൈനൈഡിനെ കുറിച്ച് സഹ തടവുകാരൻ തൻ്റെ ഒരു അബദ്ധം പറയുമ്പോൾ അതിൽ നിന്നാണ് ഒരു സ്പാർക്ക് കിട്ടുന്നത്. സൈനൈഡ് എന്ന് പറഞ്ഞാൽ ആ സ്പാർക്ക് അയാൾക്ക് കിട്ടും. അവിടെ ആ തരത്തിലല്ല. ഒരു ആൾ വന്ന് ഒരു പരാതി പറയുമ്പോഴാണ് ആ സ്പാർക്ക് കിട്ടുന്നത്. കഥയിൽ ആ പരാതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സൈനൈഡിൻ്റെ ഐഡിയ കിട്ടുന്നു എന്ന് പറയുന്നതിനേക്കാളേറെ അപ്പോഴാണ് ഈ വില്ലൻ ഒരു പോലീസുകാരനാണെന്നുള്ള ഹിന്റ് ആദ്യമായിട്ട് സിനിമയിൽ വരും. അപ്പോഴേക്കും നമുക്കത് കത്തും. എല്ലാവർക്കും കത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ. സിനിമ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എൻ്റെ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ്. കൂടുതലും ഈ പറഞ്ഞ വയലൻസിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമയുടെ ഒടുക്കം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വില്ലിലേക്ക് നായകൻ എങ്ങനെ അന്വേഷണം എത്തിക്കും, കാരണം അന്വേഷണത്തിന് വലിയ പ്രാധാന്യമൊന്നും സിനിമയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അന്വേഷണം എങ്ങനെ എത്തിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് വരികയും അവരതെങ്ങനെയെങ്കിലും അവരുടെ അന്വേഷണം അവിടെ എത്തിക്കുകയും ചെയ്തതായിട്ടാണ് ക്ലൈമാക്സ്. കാരണം ഇനി പറയുന്ന കുറച്ച് സ്പോയിലർ ഉള്ള കാര്യമാണ്. കാരണം ഇതിൽ വില്ലനെ തിരിച്ചറിയുന്നത് രേഖാചിത്രം വരയ്ക്കുമ്പോഴാണ്. തൻ്റെ രേഖാചിത്രം വരയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വില്ലൻ ഓടി അവിടെ എത്തുമ്പോഴേക്കും രേഖാചിത്രം വരയ്ക്കൽ കഴിയും. ഇങ്ങനെ ആണ് ഉണ്ടാകും. പക്ഷേ വില്ലൻ ഒരു പോലീസുകാരനാണ്, അതിലുപരി അയാൾ നല്ലൊരു ചിത്രകാരനാണ്. അപ്പോൾ ഒരു രേഖാചിത്രം വരയ്ക്കാൻ എന്തോരം സമയമെടുക്കും എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. സിനിമയിൽ ആദ്യം ഒരു രേഖാചിത്രം വരച്ചതിന് ശേഷം അത് ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേറൊരു രേഖാചിത്രം വരച്ചിട്ട് അത് ഇയാളെ കാണിച്ചിട്ട് ഇതാണ് വരച്ചത് എന്ന് പറഞ്ഞാൽ ഇയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യും. പക്ഷെ ആ രേഖാചിത്രം വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാവുന്നത് തൻ്റെ കൂടെ അന്വേഷണത്തിലുണ്ടായിരുന്ന ഒരാളാണ് പ്രതിയെന്ന്. അപ്പം അയാൾ വേറൊരു രേഖാചിത്രം വരച്ച് പറ്റിക്കാമെന്നുള്ള കാര്യവും അയാളെ ആ ഒരു തോട്ടിൽ നിർത്താമെന്നുള്ള കാര്യമൊക്കെ ആ സമയത്താണ് അയാൾ ചിന്തിക്കുന്നത്. എന്നിട്ടാണ് രണ്ടാമത്തെ രേഖാചിത്രം വരച്ചു പോകുന്നത്. അപ്പം ശരിയായ രീതിയിൽ ഒരു രേഖാചിത്രം വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും രണ്ടാമത്തെ രേഖാചിത്രം വരയ്ക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നതും ഇയാളെ ഈ രേഖാചിത്രം കാണിച്ച്
പറ്റിക്കും. ഒരു ചിത്രകാരന് ഒരു ചിത്രം വരയ്ക്കാൻ എന്തുകൊണ്ട് സമയം, പ്രത്യേകിച്ച് അയാൾ പോർട്രേറ്റുകളൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എങ്ങനെയാണ് അത് വരയ്ക്കുക എന്നുള്ളതിന് അതിന് എത്ര സമയം എടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകും. പ്രത്യേകിച്ച് അയാളൊരു പോലീസുകാരനാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുള്ള കുശാഗ്ര ബുദ്ധിയുമാണ് ഇതൊക്കെ സിനിമയിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അപ്പം തന്നെ ഊഹിക്കാവുന്നുള്ളൂ. ഇത് സാധാരണ കൂടുതൽ നേരം കൊടുത്ത അയാൾ ഊഹിച്ചില്ലെങ്കിൽ അയാൾ ചോദിക്കുകയും ചെയ്യേണ്ട കാര്യം. ഒന്നത്. രണ്ടാമത്തത്, ഈ വില്ലനെ നായകൻ പൂട്ടിയതിന് ശേഷം പൂട്ടിയെന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടി വില്ലനോട് പറയുന്നുണ്ട് തൻ്റെ കയ്യിൽ അന്ന് വരച്ച രേഖ എത്ര ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തൻ്റെ ഇരകളെ കൊന്നതിന് ശേഷം ആ കൊന്ന ഇരകളുടെ മുഖം ഇയാളൊരു പോലീസ് നോട്ട്ബുക്കിൽ വരച്ചു വയ്ക്കും. അതിൽ വരച്ചിട്ടുള്ള ഒരു പേജാണ് കിറികൊടുക്കും. അപ്പോൾ മമ്മൂട്ടി അത് തുറക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ മനസ്സിലാവുന്നത് ഈ ബുക്ക് അയാൾ കണ്ടിട്ടുണ്ട്, ഈ ചിത്രങ്ങളും അയാൾ കണ്ടിട്ടുണ്ട്, ഇവർ ഇൻവെസ്റ്റിഗേഷൻ ആൾക്കാർ കണ്ടിട്ടുണ്ട്, അയാൾ മനസ്സിലാക്കുന്നതുമാണ് സംഭവം. പക്ഷേ ഒരു സൈക്കോ കില്ലർ, അയാൾ ആരും ആയിക്കോട്ടെ, പോലീസുകാരനോ എന്തോ ആയിക്കോട്ടെ, ഒരു സൈക്കോ കില്ലർ തൻ്റെ ഇരകളുടെ മുകളിലാണ് തന്നെ സാധിക്കും. അതുകൊണ്ടാണ് അയാൾക്ക് ഇരകളെ കീഴ്പ്പെടുത്താനുള്ളതും അത് കണ്ടിന്യൂസ് ആയി തൊട്ടാണ്. കാരണം അതിൽ നിന്ന് ത്രില്ല് അയാൾ അനുഭവിക്കുന്നുണ്ട്. അയാൾ ഒരിക്കലും ഇരകളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരകളുടെ ചിത്രം വരച്ച ഒരു ബുക്കിൽ അയാൾ സ്വന്തം ചിത്രം വരയ്ക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇത് അയാൾ വരച്ച ആ പുസ്തകത്തിനുള്ള പേജാണ് കൊടുക്കുന്നത്. ഒന്ന്, അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ആ പുസ്തകം ഇവരുടെ കൈ കിട്ടുമ്പോൾ പുസ്തകം ഇവർ മറിച്ച് നോക്കുമ്പോൾ അതിൽ വിനായകൻ്റെ ചിത്രം കൂടി ഇവർ കാണുന്നുണ്ട്. സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ഇരയും കൊന്നതിന് ശേഷം അയാൾ മരിച്ചു, ആ ഇര മരിച്ചു എന്നുള്ളത് പിറ്റേ ദിവസം പേപ്പറിൽ കാണുമ്പോഴാണ് അയാൾ ചിത്രം വരയ്ക്കുന്നത്. താൻ തീർത്ത ആൾക്കാരുടെ വ്യക്തമായ ധാരണ ഉണ്ടായതിന് ശേഷമാണ് അയാൾ ചിത്രം വരയ്ക്കുന്നത്. പക്ഷെ വിനായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു പോലുമില്ല. എന്നിട്ടും അയാൾ ചിത്രം വരയ്ക്കാനുള്ള സാധ്യത ഇത്തിരി കുറവാണ്. പിന്നെ അതുമാത്രമല്ല, ഓരോ ഇരയും മരിച്ചു എന്ന് അയാൾ ഉറപ്പാക്കുന്നത് പിറ്റേ ദിവസത്തെ പേപ്പറിൽ ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇതിൽ ഒരാൾ രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെട്ടു പോലും ഇയാൾ അറിയുന്നില്ല എന്നും സിനിമയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അയാളെ ആ ദിവസത്തെ പേപ്പറുകളെല്ലാം നോക്കിയിട്ടുണ്ടാവും. അതിലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പോലീസുകാരനാണ്, കുശാഗ്ര ബുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതാണ് ഈ പെൺകുട്ടി മരിച്ചില്ലേ എന്ന്. പക്ഷേ അത് മരിക്കുന്നില്ല. പോലീസ് പിന്നീട് സഹായിക്കുന്നുണ്ട്. അയാൾ പിന്നീട് ആ പെണ്ണ് ഭീഷണിപ്പെടുത്തുന്നു. ഇതറിഞ്ഞതിന് ശേഷം അവിടെയും ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. സീരിയൽ കില്ലറെ സംബന്ധിച്ചിടത്തോളം ഭീഷണികൾ അയാൾക്ക് ആ കൊലപാതകത്തിലാണ് ത്രില്ല്. ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക എന്നുള്ളതൊന്നും അയാളുടെ ഒരു നേച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അതുപോലെ കൃത്യമായിട്ട് വില്ലൻ ആ ഒരു പോലീസുകാരൻ റിസപ്ഷനിലിരിക്കുന്നവർ. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ടാകും. പോലെയുള്ള ബുക്ക് ചെയ്തിട്ടുള്ള റൂം കണ്ടുപിടിച്ച് അത് ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ ഒരു റിസപ്ഷനിൽ പോലീസുകാരൻ കൊണ്ട് എത്തിയായിരുന്നായിരിക്കും. അങ്ങനെ പറയാൻ ന്യായങ്ങളുണ്ട്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ഒരു മൈനസായിട്ട് തോന്നി. ചിത്രത്തിൻ്റെ ക്യാമറ വർക്ക് ഗംഭീരമായിട്ടുള്ളതുണ്ട്. ആ ഒരു സാധനം കൊണ്ടാണ് ഇതൊരു തിയേറ്റർ വാച്ചായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ തിയേറ്റർ വാച്ചാണ്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ്, അതുപോലെ തന്നെ ഗംഭീരമായിട്ട് സൗണ്ട് ഡിസൈൻ, മ്യൂസിക് അതും എടുത്തു പറയണം. പാട്ടൊക്കെ വളരെ സ്ട്രോങ്. ആ മൂഡിനനുസരിച്ചിട്ടുള്ള പാട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിലാണ് പല സംഭവങ്ങളുടെയും ഒരു എന്താ പറയുക,
വരെയുള്ള സംഭവങ്ങൾ നടന്നു പോകുന്നത് കറക്റ്റ് മറന്ന് കാണിക്കാനായിട്ടാണ് ഒരു പാട്ട്. അത് രസകരമായിട്ടുണ്ട്. മികച്ച ക്യാമറ, മികച്ച എഡിറ്റിങ് സൂപ്പർ എന്ന് തന്നെ പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു അല്ലെങ്കിൽ തന്നെ സിനിമ കുറച്ച് സ്ലോ പേസാണ്. അതൊരു വലിച്ചിൻ്റെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്തി പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മികവ് എഡിറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ സംവിധാനത്തിൻ്റെ മികവാണ് നമ്മളത് ഓർക്കാത്തത്. പല അതുപോലെ തന്നെ ഇതിൽ നായികമാർ ഇത്രയും ഫേമസ് ആയിട്ടുള്ള നായികമാർ ജിജീഷ് വിജയനൊക്കെ ഇതിൽ ഉണ്ട്. അവരെയൊന്നും ഉപയോഗിക്കണമെന്നില്ല, അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു സാധാരണ നടി ഉപയോഗിച്ചാലും ചെയ്യാവുന്ന കാര്യങ്ങൾ. എങ്കിലും ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള മൂവിയാണ്. ഈ പറഞ്ഞ പോലെ ക്യാമറ സംവിധാനം അതിലേക്കുള്ള മികവ് എടുത്തു പറയേണ്ടില്ല. അതുപോലെ മമ്മൂട്ടിയുടെ അഭിനയം അതൊക്കെ എടുത്തു പറയേണ്ട സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വേണമെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ യാതൊരു പ്രാധാന്യവുമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ പടം കൊള്ളാവുന്നൊരു പടമാണ്. ഒരു പ്രാവശ്യമൊക്കെ കാണാം, കളക്കാം.